ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് അറിയിച്ചതിൽ. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ സീരീസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ, പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്ത് ഏറ്റവും മാക്സിമം സ്പീഡിൽ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. അതായത് പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ആ ഒരു എനർജി, ആ ഒരു ബൂസ്റ്റ് ഒന്നും കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവില്ല. അതങ്ങ് കുറഞ്ഞു വരും. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു കാര്യം പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ഡിസിപ്ലിൻ, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, എനിക്കതിൽ മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞു തരാം. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ കൂടെയുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഡെയിലി ഹാബിറ്റ് ഇട്ട് കുറച്ചായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ഓക്കെ. അപ്പോൾ മിക്ക സ്റ്റുഡൻസും ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. ഒരുപാട് അറിവുകൾ കാണും, പക്ഷേ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റാത്തതാണ് പലരും പകുതി വഴിയിൽ ശ്രമം ഉപേക്ഷിക്കുന്നതിൻ്റെയും തോറ്റുപോകുന്നതിൻ്റെയും പല ശ്രമങ്ങൾ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കാത്തതിൻ്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം ഭയങ്കര മോട്ടിവേഷനാണ്, പഠിക്കാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പെർഫെക്റ്റ് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കി നിങ്ങളിരിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ 3-4 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മടി തോന്നുകയാണ്, പല ഡിസ്ട്രാക്ഷൻസ് തോന്നുകയാണ്, കുറച്ച് നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യാമെന്ന് തോന്നുകയാണ്, മൂഡ് സ്വിങ്സ് വരികയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതുമായിട്ട് ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നു, അതാണോ ഡിസിപ്ലിൻ? അല്ല. നമുക്ക് പഠിക്കണ്ടാന്ന് തോന്നുമ്പോൾ പോലും, ഈവൻ ഇന്ന് എനിക്ക് തോന്നുകയാണ് ഒന്നും പഠിക്കണ്ട, പക്ഷേ എൻ്റെ മനസ്സിലെ ചിന്തകളെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടെന്ന് തോന്നുമ്പോഴും പഠിക്കണം. ഒരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റലിജൻസ് അത് മാത്രം പോരാ, ബുദ്ധി മാത്രമല്ല വേണ്ടത്. നമുക്ക് കുറേ ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഈ കാര്യം ഒരിക്കലും ആളുകൾ ചിന്തിക്കത്തുമില്ല, ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പുറകോട്ട് പോകുന്നത്. സോ ആദ്യത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററിയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരികയാണ്, പക്ഷേ നിങ്ങളത് കേട്ടിട്ട് ഓക്കെ ഇപ്പം ഞാൻ ശരിയാക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പഴയൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ജഗദീഷ് ശ്രീകുമാറുണ്ട്, ഞാൻ വരുന്നടാ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നില്ലേ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറയാം എന്താ പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവട്ടെ. ഈ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ. അപ്പോൾ ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഇപ്പം തുടങ്ങിയേക്കാൻ തോന്നും, പക്ഷേ അതിന് വലിയ ആയുസൊന്നും കാണില്ലായിരുന്നു. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം പെർമനൻ്റ് ആണ്, എപ്പോഴും കൂടെ കാണും. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ എപ്പോഴും കൂടെ കാണും. ഓക്കെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്വയം ചോദിക്കരുത്, ഇന്നെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചാലോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പഠിച്ചാലോ, അങ്ങനെ ചോദിക്കരുത്. നിങ്ങളെന്നും നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നത്തെ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, എൻ്റെ ഡ്യൂട്ടി ഇന്നത്തെ എന്താണെന്നുള്ള ഒരു റെസ്പോൺസിബിൾ ക്വസ്റ്റ്യനാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം. അതായത് ഒരു ഹെവി ടൈം ടേബിൾ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സാഹചര്യം. ഇപ്പം ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നാൽ അത് മേ ബി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം മിക്കവാറും ഞാൻ എഴുതുന്ന ടൈം ടേബിൾ എൻ്റെ ഷെഡ്യൂളിനനുസരിച്ച്, എൻ്റെ സമയത്തിനനുസരിച്ചുള്ളതായിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ തുമ്പിയെ കൊണ്ട് കല്ലടിക്കുന്ന പരിപാടി അത് വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് മടുത്തു പോകും. നിങ്ങൾക്കിതൊരു വലിയ ബാലി കയറാൻ മലയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഹെവി ആയിട്ട് ടൈം ടേബിൾ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും, ഈവൻ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാൽ പോലും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വന്നാൽ പോലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടൈം ടേബിളെ ആദ്യം റെഡിയാക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്കൊരു 10 മണിക്കൂർ ഡെയിലി പഠിക്കാൻ കിട്ടുമ്പം നിങ്ങൾ 1 മണിക്കൂറത്തെ ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഡെയിലി ഹാബിറ്റും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയാലും അത് ഫോളോ ചെയ്യാൻ പറ്റണം. ഓക്കെ. അങ്ങനെ ഒരു ടൈം ടേബിൾ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ 2 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാം. കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുക. 1 അവർ റിവിഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഡെയിലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വലിയ കാര്യമായിട്ട് മാറും. ഓക്കെ.
അതായത് പല തുള്ളി പെരുവെള്ളമെന്ന് പറയില്ലേ? ഇനി നമുക്ക് ഒരു 5, 6, 7 ദിവസങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസമൊക്കെ പതുക്കെ ഈ ടൈം ടേബിളിന്റെ സൈസ് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഒറ്റയടിക്ക് വലിയൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾക്കാർ പെട്ടെന്ന് ഭയങ്കര ഹെവി വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പോലും പറ്റില്ല. 2 ദിവസമൊന്നുമല്ല, ഒരാഴ്ചത്തേക്ക് അനങ്ങാൻ പറ്റാണ്ട് വരും. അല്ലേ? എന്നാൽ നമ്മൾ പതുക്കെ ആ ഒരു വെയിറ്റ് കൂട്ടി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അറിയത്ത് പോലുമില്ല. പുഷ്പം പോലെ നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കും. അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 21 ഡേയ്സിലെ ഒരു ഡിസിപ്ലിൻ റൂള് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ, അതായത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് റെപ്പറ്റീഷൻ വേണം. ഒരേ കാര്യം ഇങ്ങനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ബ്രെയിനിന് മനസ്സിലാവുന്നത് ഇതൊരു ഹാബിറ്റാണ്, ഒരു ഡിസിപ്ലിൻ വേണ്ട കാര്യമാണെന്ന്. അതുകൊണ്ട് 21 ദിവസം ഒരു കാര്യം നിങ്ങൾ സെയിം കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ നോ ബ്രേക്സ്. ഓക്കെ, നോ എക്സ്ക്യൂസസ്, നോ ബ്രേക്സ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എക്സ്ക്യൂസിന് പോകാൻ പറ്റില്ല, ഒരു ബ്രേക്കും എടുക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി 21 ഡേയ്സ് നിങ്ങൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും എന്നുള്ള കാര്യം ഷുവറാണ്. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ്ലി പഠിക്കുക. ഓക്കെ, അതിനിടയ്ക്ക് റിവിഷനൊക്കെ നടന്നോട്ടെ, 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾ പഠിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ഡിസ്ട്രാക്ഷൻസ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എഫോർട്ട് എടുക്കുന്നത് മാത്രമല്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി 21 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ റെഡിയായി നിന്നാൽ പോരാ. നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഫോക്കസിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതും കൂടി ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഡിസിപ്ലിൻ ഉണ്ടായാലും നിങ്ങളുടെ ഫോൺ അടുത്തിരുന്ന് തെളിഞ്ഞാലും, ഐ മീൻ ലൈറ്റ് കത്തിയാലും നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളത് മൈൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ തിരിച്ചു വെക്കും ഫോൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ മാറ്റി വയ്ക്കുക. നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലേസ് ഉണ്ടാക്കുക. അതായത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തിരുന്ന് പഠിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലം ചൂസ് ചെയ്ത് അവിടെ ഇരുന്ന് പഠിക്കുക. ആ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ കുറയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാം അടുക്കുമ്പോൾ മിക്കവാറും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചോ, അത് വരും ഇത് വരും. നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് കോർ ഏരിയാസ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരാളൊരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വെച്ചിട്ട് അത് നമ്മൾ പഠിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരണം നിർബന്ധമൊന്നുമില്ലല്ലോ. സോ ഈ അനാവശ്യമായിട്ട് ഡിസ്കഷൻസ് ഒഴിവാക്കുക. അതുപോലെ മറ്റുള്ള ആൾക്കാരുമായിട്ട് നീ ആ എക്സാമിന് പഠിക്കുന്നുണ്ടോ, നീ ഈ എക്സാമിന് പഠിക്കുന്നുണ്ടോ, നിനക്ക് അതിനെത്ര മാർക്ക് കിട്ടി, ഇതിനെത്ര മാർക്ക് കിട്ടി, ഈ അനാവശ്യമായിട്ട് ലൂസ് ടോക്സ് ഒക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നിടത്തൊരു ടോപ്പർ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് കുറ്റവും പറഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നിങ്ങൾ മെനക്കെട്ടാൽ നിങ്ങൾക്കും ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റും. പിന്നെ കുറേ ആൾക്കാരുണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടും കളിയാക്കാനും സംസാരിക്കാനും ഒക്കെ വരും. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടോക്കിന് വേണ്ടിയിട്ട് വരും. ഇത്രയും നാളായിട്ടും പഠിച്ചിട്ട് കിട്ടിയില്ലേ? അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പഠിച്ച് എഴുതുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയും വർഷമായിട്ട് ഒന്നും കിട്ടുന്നില്ലേ? പല ആൾക്കാർക്കും ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വരുന്നത് പോലും ഇങ്ങനെയുള്ള ടോക്സ് കാരണമാണ്. ബി ഹാപ്പി, ബി ഒപ്റ്റിമിസ്റ്റിക്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ അത്രയായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു 1.5 വർഷമല്ലേ, ആ ഒരു 1.5 വർഷം നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള ടോക്സിന് പോകാതിരിക്കുക. മറ്റുള്ളവർ നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മൾ പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അപ്പോൾ പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് പ്രതികരിക്കാൻ പോയാൽ നിങ്ങളുടെ എനർജിയാണ് നിങ്ങളോട് വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അൺനെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അതായിരിക്കും ബെറ്റർ. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മിനിമം ആക്ഷൻ ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. അതായത് നമുക്ക് എല്ലാ ദിവസവും ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിസിപ്ലിൻ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ചില ദിവസങ്ങൾ നമുക്ക് ബാഡ് ഡേയ്സ് വരും, മോശം ദിവസങ്ങൾ വരും. പക്ഷേ ആ ദിവസങ്ങളിൽ പോലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ചില ബന്ധുക്കൾ വന്നിട്ട് ചില അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് കളിയാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് അവർക്ക് മനസുഖമാണ് ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പലപ്പോഴും ആളുകൾക്ക് ഇത് പഠിക്കാനോ അല്ല ഞാൻ ചെയ്യുന്ന വേസ്റ്റാണ്, എൻ്റെ തീരുമാനം ശരിയാണോ എന്നൊക്കെ ഒരു ടെൻഷൻസും അതുപോലെ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഒക്കെ വരുന്നൊരു ദിവസങ്ങൾ വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷണൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ വരും. അതിനെയാണ് ഞാൻ ബാഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഈ ബാഡ് ഡേയിൽ നിങ്ങൾക്ക് ഇപ്പോൾ 5 മണിക്കൂറത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ദിവസം പോലും ഒന്നും പഠിക്കാതെ കിടന്നുറങ്ങരുത്. അതാണ് ഞാൻ പറഞ്ഞത് മിനിമം ആക്ഷൻ ഹാബിറ്റ്.
എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും, ഒരു 1 ഹവർ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്തെങ്കിലും. ഓക്കെ. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നു എന്ന് നിങ്ങളുടെ ബ്രെയിനിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതായത് നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവും എന്ത് സംഭവിച്ചാലും ഇവർ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ആക്റ്റീവ് ആക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. 6ാമത്തെ കാര്യം പറയാനുള്ളത്, ഇത് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ ഇത് ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട്. നിങ്ങളുടെ ഡിസിപ്ലിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക, ആക്ഷൻസ് എടുക്കുക, അതിനെ ട്രാക്ക് ചെയ്യുക. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. ഇതിന് വേണ്ടി മാത്രം, ഈ ട്രാക്കിങ്ങിന് വേണ്ടി മാത്രം. പലരും ഇങ്ങനെ എടുക്കുന്ന നോട്ട്ബുക്ക് പിന്നെ വേസ്റ്റായി പോവുക ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഡെയിലി കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു പേജസ് വേണം. അതായത് ഓരോ ഡേറ്റ് ഇടുക. അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ അതിൽ എഴുതി വെക്കുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ബുക്കിൽ ടിക്കിട്ട് പോവുക. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഇന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് ഇന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ നാളത്തേക്ക് എഴുതി വെക്കുക. എന്നിട്ട് അത് നാളെ പഠിച്ചിട്ട് വേണം നാളത്തെ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കാൻ. മനസ്സിലായോ? ഇതൊരു പ്രോഗ്രസ് ചാർട്ടാണ്. നമുക്കൊക്കെ പ്രോഗ്രസ് കാർഡ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള നമ്മളുടെ സ്വയം ഡിസിപ്ലിൻ ചാർട്ടാണിത്. ഈ ഡിസിപ്ലിൻ നമുക്ക് ടിക്ക് വീഴുന്നതനുസരിച്ച് ഗ്രാജുവലി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടിക്കേ കാണുള്ളൂ. അത് 2 ആക്കാൻ നിങ്ങൾ ശ്രമിക്കും. പിന്നീട് അത് 10 ആക്കാൻ നിങ്ങൾ ശ്രമിക്കും. ആ ശ്രമം നിങ്ങളുടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്റ്റഡീസിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. ഓക്കെ. നമ്മളുടെ ഫ്യൂച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഭാവി ഒരു വലിയ ബിഗ് മൊമെൻറ്റിൽ, എന്തെങ്കിലും ഒരു പ്രത്യേക മൊമെൻറ്റിലൊന്നും അല്ല ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അത് ശരിക്കും ഇന്ന് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സുകളിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ നാളത്തെ നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. നിങ്ങൾ ഓരോ ദിവസവും സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിൽ കയറി ആരൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ 10 മിനിറ്റും നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കാൻ വെച്ചിരിക്കുന്ന ആ സമയത്ത് വേറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ റാങ്കിന് മുകളിൽ കയറി പോകും എന്നുള്ള കാര്യം. ഓക്കെ. ഇപ്പോൾ 2026 സക്സസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർക്ക് കൂടി ഉള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് നമുക്കൊരു പെർഫെക്റ്റ് സ്റ്റഡി സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും ആ ഒരു കാര്യത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.